പത്തനംതിട്ട കോയിപ്പുറം പഞ്ചായത്തിലെ ഉള്ളൂർ ചിറ ടൂറിസം പദ്ധതി അവതാളത്തിലായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. അധികൃതരുടെ അവഗണനയാണ് പദ്ധതി നടപ്പിലാകാത്തതിന് കാരണമെന്നാണ് ആരോപണം. ലോകം ഇന്ന് ടൂറിസം ദിനം ആഘോഷിക്കുകയാണ്. സുസ്ഥിര വികസനം ലോകത്തിന് എന്നതാണ് സന്ദേശം. കോയിപ്പുറം പഞ്ചായത്തിലെ 15-ാം വാർഡിലുള്ള ഉള്ളൂർ ചിറ വാരച്ചാൽ ടൂറിസം പദ്ധതി നാടിനേറെ ഗുണപ്രദമാകുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരുന്നത്. ഫൈബർ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, പെഡൽ ബോട്ട് സഫാരി, 50 ഏക്കർ വിസ്തൃതിയുള്ള കരയിൽ ചെറിയ ഉദ്യാനങ്ങൾ നിർമ്മിച്ച് 4 മണിക്കാറ്റ് പദ്ധതി എന്നിവയും ടൂറിസത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ അധികൃതരുടെ അവഗണന മൂലം ഈ പദ്ധതി അവതാളത്തിലായെന്നാണ് പരാതി. 10 വർഷം മുൻപ് വൻ തുക ചെലവാക്കി ഏഴുമറ്റൂർ അമൃതധാര ഗോശാല ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അജയ് കുമാർ വല്ലുയത്തിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിന് ചുറ്റും കാണുന്നവര് പാവങ്ങളാണ്. അവർക്ക് വീടൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവര് ഇവിടെ കുടില് വെച്ച് താമസിച്ച് അവർക്ക് ചിലർക്കൊക്കെ പട്ടയം കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് പട്ടയം കിട്ടിയിട്ടുമില്ലാത്ത ഒരവസ്ഥയിൽ വലിയൊരു ബൃഹത് പദ്ധതി ഞാൻ ഇവിടെ തയ്യാറാക്കി. 1,87,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ടിട്ട് ഞാൻ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് പലത്തിനും അത് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. കാര്യം അവർക്ക് വികസനം നടത്താനേ താല്പര്യമില്ല. കാര്യം അവർക്ക് അഴിമതി കാണിക്കാൻ വേണ്ടി മാത്രം താല്പര്യമുള്ള ഒരു വിഭാഗം ആൾക്കാര് എനിക്ക് യാതൊരു പിന്തുണയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ആ പ്രൊജക്ടിന് വേണ്ടി തന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജലാശയങ്ങൾ ഏറെയുള്ള മറ്റു ജില്ലകൾക്കും മാതൃകയാക്കാവുന്ന ടൂറിസം പദ്ധതിയാണ് അധികൃതരുടെ അവഗണന മൂലം നിലച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങളും വികസനവും സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് ഇത്തരത്തിൽ പാഴാകി പോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോയിപ്പുറം പഞ്ചായത്തിലെ 15-ാം വാർഡ് ഉൾപ്പെട്ട ഉള്ളൂർ ചിറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സംസ്ഥാനത്തിന് മൊത്തത്തിൽ മാതൃകയാകുന്ന ഒരു ടൂറിസം പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.